സഗറിയ 13 അധ്യായം. വിഗ്രഹാരാധകരും വ്യാജപ്രവാചകന്മാരും. പാപത്തിൽ നിന്നും അശുദ്ധിയിൽ നിന്നും ദാവീദ് ഭവനത്തെയും ജെറുസലേം നിവാസികളെയും കഴുകി വിശുദ്ധീകരിക്കാൻ അന്ന് ഒരു ഉറവ പൊട്ടിപ്പുറപ്പെടും. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. അന്നു ഞാൻ വിഗ്രഹങ്ങളുടെ നാമം ദേശത്തുനിന്ന് വിച്ഛേദിക്കും, അവയെ വിസ്മൃതിയിലാഴ്ത്തും. പ്രവാചകന്മാരെയും അശുദ്ധാത്മാവിനെയും ദേശത്തുനിന്ന് ഉന്മൂലനം ചെയ്യും. ഇനി ആരെങ്കിലും പ്രവാചകനായി പ്രത്യക്ഷപ്പെട്ടാൽ അവനു ജന്മം നൽകിയ മാതാപിതാക്കൾ അവനോട് കർത്താവിൻ്റെ നാമത്തിൽ വ്യാജം സംസാരിക്കുന്നതിനാൽ നീ ജീവിച്ചുകൂടാ എന്നു പറഞ്ഞ് അവൻ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവനെ കുത്തിപ്പിളർക്കും. അന്ന് പ്രവചിക്കുന്ന ഓരോ പ്രവാചകനും തൻ്റെ ദർശനത്തെക്കുറിച്ച് ലജ്ജിക്കും. അതുകൊണ്ട് അവർ വഞ്ചിക്കാനായി രോമക്കുപ്പായം ധരിക്കുകയില്ല. അവൻ പറയും, ഞാൻ പ്രവാചകനല്ല, കൃഷിക്കാരനാണ്. ചെറുപ്പം മുതലേ ഭൂമിയാണ് എൻ്റെ സ്വത്ത്. നിന്റെ മുതുകിൽ കാണുന്ന ഈ മുറിവുകൾ എന്ത് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അവൻ പറയും, സുഹൃത്തുക്കളുടെ വീട്ടിൽ വെച്ച് എനിക്കേറ്റ മുറിവുകളാണ്. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. എൻ്റെ ഇടയനെതിരെ, എന്നോട് ചേർന്ന് നിൽക്കുന്നവനെതിരെ വാളെ നീ ഉയരുക, ഇടയനെ വെട്ടുക, ആടുകൾ ചിതറട്ടെ. ദുർബലർക്കെതിരെ ഞാൻ കരം ഉയർത്തും, കർത്താവ് അരുളി ചെയ്യുന്നു. ദേശവാസികൾ 2/3 ഭാഗം നശിപ്പിക്കപ്പെടും, 1/3 ഭാഗം ശേഷിക്കും. ഈ 1/3 ഭാഗത്തെ വെള്ളിയെന്ന പോലെ ഞാൻ അഗ്നിശുദ്ധി വരുത്തും, സ്വർണമെന്ന പോലെ മാറ്റി പരിശോധിക്കും. അവർ എൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും, ഞാൻ അവർക്ക് ഉത്തരമരുളും. അവർ എൻ്റെ ജനം എന്ന് ഞാൻ പറയും, കർത്താവ് എൻ്റെ ദൈവം എന്ന് അവരും പറയും. കർത്താവിൻ്റെ വചനം.